സഭാദിനമായിട്ട് ആചരിക്കുന്നു. വർഷങ്ങളായിട്ട് മുടക്കമില്ലാതെ തുടരുന്ന പതിവ്. അതിലുപരി ഉക്രാനയിൽ തോമാസ് ശ്ലീഹായെക്കുറിച്ചും തോമാസ് ശ്ലീഹായുടെ സഭയെക്കുറിച്ചും ഒപ്പം ഇന്നത്തെ ശിറോ മലബാർ സഭയെക്കുറിച്ചും എല്ലാം നാം ചിന്തിക്കുകയും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നേറുവാനുള്ള പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ദിവസമാണ്. നമുക്കറിയാം, തോമാസ് ശ്ലീഹ മറ്റ് ശ്ലീഹന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോഴേ അവിടെ ഇല്ലായിരുന്നു. എന്റെ കാരണവും നമുക്കറിയാം. ഒരുപക്ഷെ ഭയനിമിത്തം കഥകൾ അടച്ചു കഴിഞ്ഞിരുന്ന 10 പേരുടെ കൂടെ തോമാസ് ശ്ലീഹായെ കാണുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഭയമില്ലാതെ കർത്താവിന്റെ ഉദ്ധാനത്തെ കുറിച്ച് കേട്ടിട്ട്, സ്ത്രീകളിൽ നിന്ന് കേട്ടിട്ട് വലിയൊരു ഗവേഷണം നടത്തുകയോ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുകയോ ആകാം. അതുമല്ലെങ്കിൽ ഭയനിമിത്തം കഥകടച്ചിരിക്കുന്ന കൂട്ടുകാർക്ക് ഭക്ഷണം മേടിച്ചുകൊണ്ടുവരുന്നതിന് പുറത്തു പോയതാകാം. എന്തുമാകട്ടെ, ആർക്കാണ് ഭയമില്ലാത്തത്? നമുക്കറിയാം, യൂദയായിലേക്ക് ലാസറിനെ ഉയർപ്പിക്കുവാൻ പോകുമ്പോൾ ഭയമില്ലാതിരിക്കുന്നതിന്റെ അടിസ്ഥാനം അദ്ദേഹത്തിന്റെ വചസ്സുകളിൽ നമ്മൾ കണ്ടെത്തുകയാണ്. അവർ ഉപദ്രവിക്കും, കല്ലെറിയും, കൊല്ലും, സാധ്യതകളെല്ലാം നിലനിൽക്കുമ്പോൾ ശ്ലീഹ പറയുകയാണ്, let us go to die with him. നമുക്ക് മരിക്കാൻ അവനോടുകൂടി പോകാം. മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരെ ഭയത്തിന്റെ ആവശ്യമില്ല. അതെ, അത് ഒരു വലിയ സത്യമാണ്. എപ്പോഴാണ് മരിക്കാൻ തയ്യാറാകുന്നത്? ഒരു വ്യക്തിയോട് പ്രണയം കൂടുമ്പോഴാണ്. പ്രണയത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ തക്കവണ്ണമുള്ള ബന്ധം ഉണ്ടാകുമ്പോഴാണ്. മരിക്കാൻ ഞാൻ ഒരുക്കമാണ് നിനക്ക് വേണ്ടി എന്നാരെങ്കിലും പറയുമെങ്കിൽ ജീവനേക്കാൾ അധികം മറ്റൊരാളെ സ്നേഹിക്കുമ്പോഴാണ്. തോമാസ് ശ്ലീഹ അതിന് വണ്ണം തയ്യാറായിരുന്നു. നമുക്കറിയാം, തോമാസ് ശ്ലീഹ ഭാരതത്തിൽ വരികയും ഇവിടെ തോമാസ് ശ്ലീഹായുടെ സഭയ്ക്ക് ജന്മം കൊടുക്കുകയും ചെയ്യുവാനുള്ള ദൈവനിയോഗം, കർത്താവ് ഫലമേൽപ്പിച്ച ദൗത്യം ആദ്യം ഇന്ത്യയിലേക്ക് വരാനായിട്ട് തയ്യാറാണെങ്കിലും നമുക്കറിയാം, നാം കാണുന്ന തോമസിൽ പറയുന്നത് പോലെ ഇന്ത്യ ഒഴികെ മറ്റെവിടെ വേണമെങ്കിലും ഞാൻ പൊക്കോളാം, ലൂട്ടിട്ട് കഴിയുമ്പോൾ അവസാനം നിർബന്ധപൂർവ്വം കർത്താവ് പ്രത്യക്ഷപ്പെട്ട് തോമാസ് ശ്ലീഹായെയും അയക്കുന്ന രംഗമെല്ലാം തോമസിലുണ്ട്. തോമാസ് ശ്ലീഹായുടെ ചരിത്രം പറയുന്ന പുരാതന കൃതികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് റംബാൻ പാട്ടാണ്, വീരടിയൻ പാട്ടുണ്ട്, മാർഗംകളിപ്പാട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യം, തോമാസ് ശ്ലീഹ ഇവിടെ വരുന്നത് യഹൂദ സാന്നിധ്യമുള്ള ഭാരത മണ്ണിലേക്കാണ്, യഹൂദ സാന്നിധ്യമുള്ള കേരളത്തിലേക്കാണ്. റംബാൻ പാട്ടിൽ നാം പാടുന്നു, അറബയായി കപ്പൽ കയറി മാലിന്യക്കരയിൽ എത്തിയ അറിവിൻ പരവൻ കൃഷികാക്കാലം 50 തരവും രാഷ്ട്രീയത്തിൽ. അതെ, 50 തരവും രാഷ്ട്രീയത്തിൽ. എടി 50-ലാണ് തോമാസ് ശ്ലീഹ വന്നതെന്ന് റംബാൻ പാട്ട് ഉറപ്പിച്ച് പറയുകയാണ്. നാം ഇന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് നമുക്കറിയാം, തോമാസ് ശ്ലീഹായുടെ ഒരു യാത്ര അങ്ങോട്ടായിരുന്നു, ബറൂച്ചിയിലേക്ക്. അതെ, വടക്കേ ഇന്ത്യയിൽ തോമാസ് ശ്ലീഹ സുവിശേഷം പ്രസംഗിക്കുകയാണ്. തോമാസ് ശ്ലീഹായുടെ 50 തരവും രാഷ്ട്രീയതയിൽ വന്നിട്ട് എന്താണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് റംബാൻ പാട്ടിലൂടെ നാം അനുസ്മരിക്കുന്നു. അതിശയകൃതിയ അനഷ്ടദിനം കൊണ്ട് അവിടെ മാർഗം സ്ഥാപിച്ചു. 8 ദിവസം കൊണ്ട് സഭ സ്ഥാപിച്ചു. എങ്ങനെ? അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്.
ശിഷ്യന്മാർക്കുണ്ടായിരുന്ന വലിയ ഒരു സിദ്ധി, ശക്തി, കഴിവ് സ്വർഗത്തിന്റെ ശക്തിയായിരുന്നു. നിരവധി അത്ഭുതങ്ങൾ ദൈവം ചെയ്തത് നാം വായിച്ചറിയുന്നുണ്ട്. കൈയിട്ട് പോയ ആളുടെ കൈ സുഖപ്പെടുത്തുന്നത്, രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത്, ഒപ്പം മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ തോമായുടെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നമുക്കിന്ന് വചനം പ്രഘോഷിക്കാൻ, വചനം ജീവിക്കാൻ, വചനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഏതൊരു സാഹചര്യത്തിൽ വേണ്ടത് സ്വർഗത്തിന്റെ ശക്തിയാണ്. സ്വർഗത്തിന്റെ ശക്തിയുള്ളവർക്ക് പിന്നെ ഭയമില്ല. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പല പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികളുടെ നടുവിൽ ശ്രീകായെ പോലെ ആത്മാവിന്റെ ശക്തി കൊണ്ട് നിറയുന്നവർക്ക് സാക്ഷ്യം നൽകാൻ സാധിക്കൂ. പല